ഐ ഹാവ് എ ഡ്രീം. എല്ലാവരും ഏറെക്കുറെ കേട്ടിട്ടുള്ള ലോകപ്രസിദ്ധമായ ഒരു പ്രയോഗമാണ്. 1963 ഓഗസ്റ്റ് മാസം 28 മഹാനായ പ്രസിഡന്റുമാരിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കന്റെ സ്മാരകത്തിൻ്റെ അടുക്കൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പദവും രക്തരഹിതമായി ഒരു സമൂഹത്തെ ഇളക്കിമറിച്ച, ഇപ്പോഴും ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഐ ഹാവ് എ ഡ്രീം. ഞാനും എൻ്റെ ശ്രോതാക്കളായി നിങ്ങളോടും ചോദിക്കട്ടെ തിരിച്ച്, യു ഹാവ് എ ഡ്രീം? നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടോ? നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരിക്കണം. യുവതലമുറയെ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. എല്ലാ മനുഷ്യർക്കും സ്വപ്നം ഉണ്ടായിരിക്കണം. എല്ലാ കാണുന്ന സ്വപ്നങ്ങളും നിവൃത്തിപഥത്തിൽ എത്തുന്നില്ല എങ്കിലും എനിക്കും നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടാകണം. ആ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം. അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിന്താശീലമുള്ള ഓരോ വ്യക്തിയിലും, ഓരോ സ്ത്രീയിലും പുരുഷനിലും, ഓരോ കുട്ടികളിലും, ഓരോ യൗവനക്കാരിലും ഈ പറഞ്ഞ ചിന്ത ഉണ്ടാകണം. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിൽ ഇതുവരെ നിയമങ്ങൾ ഉണ്ടാക്കിയത്. എല്ലാ നിയമങ്ങളും അതാത് കാലങ്ങളിൽ തിരുത്തപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. രക്തരഹിത വിപ്ലവമല്ല, രക്തരൂക്ഷിതമായി ലോകത്താകമാനം അനവധി തവണയായി വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി അനേക സാമ്രാജ്യങ്ങൾ തകർക്കപ്പെട്ടു, അനേക രാജവാഴ്ച ചക്രവർത്തിമാർ ഇല്ലാതായി, അനേക ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒടുക്കപ്പെട്ടുവെങ്കിലും അത് ഇന്നും ചരിത്രത്തിൽ ശേഷിക്കുമ്പോൾ ഓർക്കണം, രക്തരഹിത വിപ്ലവത്തിൽ കൂടെ ഈ ഏബ്രഹാം ലിങ്കനും മാർട്ടിൻ ലൂതറും പിന്നെ നമ്മുടെ രാഷ്ട്രപിതായ ഗാന്ധിയും നെൽസൺ മണ്ടേലയും ഇതുപോലെ അനവധി പേർ രക്തരഹിത വിപ്ലവത്തിൽ കൂടെ നയിച്ചിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം വിശുദ്ധ ബൈബിളിൽ യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 4-ാം വാക്യം ഉദ്ധരിച്ചാണ് അന്ന് പ്രസംഗിച്ചപ്പോഴാണ് ആരംഭത്തിൽ അവസാനം പറഞ്ഞ ഒരു പ്രയോഗമാണ് ഐ ഹാവ് എ ഡ്രീം. ഞാനും ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്തിലെല്ലായിടത്തും വർത്തമാന കാലത്തിൽ സംഭവിക്കുന്ന എല്ലാ ജനാധിപത്യവും അല്ലാത്തമായ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതാണോ? അല്ല. എന്നാൽ സമൂഹം ഇറങ്ങിത്തിരിച്ച സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ മധ്യപൂർവേഷ്യയിലും ഈജിപ്തിലും ഇപ്പോൾ വെനിസ്വലയിലും ഇനിയും ഇതുപോലെ പലയിടങ്ങളിൽ സംഭവിക്കും. ഓർക്കണം, മനുഷ്യൻ മതത്തിന്റെ പേരിലും, നിറത്തിന്റെ പേരിലും, വർണ്ണം ജാതിയുടെ പേരിലും, വർഗത്തിന്റെ പേരിലും, കീഴാളർ മേളാർ എന്ന നിലയിലും, സമ്പന്നർ ദരിദ്ര നിലയിലും അനേക ഇടങ്ങളിൽ ഇന്നും പലയിടങ്ങളിൽ ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ നിയമത്തിൽ കൂടെ മാറ്റം വരുമെന്ന് മറക്കരുത്. ലോകം അതിവേഗം ബഹുദൂരം, നമ്മുടെ ബഹുമാന്യൻ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതുപോലെ അതിവേഗം ബഹുദൂരത്തിൽ മാറുമ്പോൾ പഴയ ലാവണത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ജാതിത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും വിഘടനവാദം സൃഷ്ടിച്ച് സമൂഹത്തെ ഇല്ലാതാക്കാൻ ചുരുക്കം ചിലർ ശ്രമിക്കുന്ന സകല പ്രശ്നങ്ങളും അധികം വൈകാതെ ഇവിടെ തകർന്നു വീഴുമെന്ന് ചിലരോട് ഞാൻ പറയട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ തകരും. കാരണം അക്രമം ഒരിക്കലും നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ മഹാനാണ്, ജോസഫ് സ്റ്റാലിൻ മഹാനാണ്, മുസോളിനി മഹാനാണ്. ഇവരൊക്കെ മഹാനല്ല. അതിക്രമങ്ങളിലൂടെ, വിശ്വാസവഞ്ചനയുടെ, ജാതീയത പറഞ്ഞ്, ആര്യവർഗത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് അവർ ജർമ്മൻകാർ തന്നെ അവരെ തള്ളിക്കളഞ്ഞു എന്ന ചരിത്രമാണെങ്കിൽ ഇന്ത്യയിലെ ചുരുക്കം ചിലരോട് പറയട്ടെ, ഇവിടെ ഇതൊക്കെ ഇപ്പം നിങ്ങൾ പ്രത്യേകം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയും ആലയങ്ങൾക്കെതിരെയും ഭാഷന്മാർക്കെതിരെയും ക്രിസ്മസ് ആഘോഷത്തിനെതിരെയും അതാത് കാലങ്ങളിൽ അവരവരുടെ വിശ്വാസ സംഹിതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പറയട്ടെ, ഐ ഹാവ് എ ഡ്രീം. ഈ സ്വപ്നങ്ങൾ അന്ന് നടന്നില്ലെങ്കിലും അതിവൈകാതെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരും. നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം, ശാശ്വതമായതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിനും മാറ്റം വന്നെങ്കിലും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്, അത് അടിസ്ഥാന പ്രമാണങ്ങളാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അത് ദൈവികമാണ്, വിശ്വസിക്കാത്തവർക്ക് എന്തോ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഐ ഹാവ് എ ഡ്രീം. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകണം. മതവിഘടനം നമ്മുടെ ഒരു രാജ്യത്തെയും നന്നാക്കുകയില്ല, നശിപ്പിക്കത്തേ ഉള്ളൂ. കമ്മ്യൂണിസം കൊണ്ട് പല രാജ്യങ്ങളിൽ തകർന്നു പോയ ചരിത്രമാണ് ഇന്ന് വെനീസ്വലയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, ഏത് മതസംഘടനയാകട്ടെ, എല്ലാം ശാശ്വതമല്ല, തകർന്നു പോകുമെന്ന് മറക്കരുത്.